ഞാൻ ഡോക്ടർ ബീനാകുമാരി, കൊട്ടാരക്കര ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയിലെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ്. ഇന്നിപ്പോൾ ഇവിടെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കർക്കിടക കഞ്ഞിയും പത്തില തോരനും എന്ന വിഷയത്തിൽ ഒരു ക്ലാസ്സും അതോടൊപ്പം തന്നെ കർക്കിടക കഞ്ഞിയുടെ വിതരണവും ആ പരിപാടിയോടനുബന്ധിച്ചാണ് ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. കർക്കിടക കഞ്ഞി നമുക്കറിയാം, പണ്ട് മുതലേ ആളുകൾ കർക്കിടക മാസമാകുമ്പം മരുന്നുകളൊക്കെ ചേർത്ത കഞ്ഞി കുടിക്കുന്നൊരു ശീലം ഉണ്ടായിരുന്നു. പതുക്കെ പതുക്കെ ആ ശീലം കുറഞ്ഞു വന്നു. ഇപ്പോൾ വീണ്ടും ആൾക്കാർ അതിൻ്റെ ഗുണം മനസ്സിലാക്കി വീണ്ടും അത് ഉപയോഗിച്ച് വരുന്നുണ്ട്. കർക്കിടക മാസത്തിൽ പ്രധാനമായും നമുക്ക് രോഗപ്രതിരോധ ശേഷി കുറയും. അതുകൊണ്ടാണ് കൂടുതൽ പകർച്ചവ്യാധികളൊക്കെ ആ സമയത്ത് വരുന്നത്. അതോടൊപ്പം തന്നെ ദഹനശക്തിയും കുറയും. ദഹനശക്തി പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ദഹനശക്തി വർദ്ധിപ്പിക്കാനുള്ള മരുന്നുകളൊക്കെ ചേർന്ന ഔഷധക്കൂട്ടാണ് നമ്മൾ കർക്കിടകക്കഞ്ഞി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. അതുവഴി നമുക്ക് ശരീരബലം കിട്ടുകയും പ്രതിരോധശേഷി വർദ്ധിക്കുകയും ദഹനശക്തി വർദ്ധിക്കുകയും ചെയ്ത് അതുവഴി നമുക്ക് പല പല രോഗങ്ങളെയും അകറ്റി നിർത്താൻ സാധിക്കും. ഈ കർക്കിടകക്കഞ്ഞി നമുക്കത് മാത്രമായിട്ടും കഴിക്കാം, അല്ലെങ്കിൽ വേണമെങ്കിൽ ഈ ഇലക്കറികളും കൂടെ ചേർത്ത് കറിയായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. പ്രധാനമായിട്ട് നമ്മുടെ മഴക്കാലത്ത് കർക്കിടകത്തിൽ കൂടുതലും ഇലക്കറികളാണ് ഉപയോഗിക്കുന്നത്. കാരണം ആ വേനൽക്കാലം കഴിഞ്ഞ് സസ്യങ്ങളൊക്കെ കിളിർത്ത് വലുതായി വരുന്ന ഒരു പീരീഡാണ് ഈ കർക്കിടക മാസം. ആ സമയത്ത് അതിൻ്റെ ഇലകളിൽ കൂടുതൽ ഗുണങ്ങളുണ്ടായിരിക്കും. പ്രധാനമായിട്ടും നമ്മൾ ചേനയില, ചേമ്പല, പയറില, മത്തനില, കുമ്പളം, വെള്ളരി, കൊടിത്തൂവയുടെ ഇല, ഇതൊക്കെ ഇങ്ങനെയുള്ള പത്തിലകൾ പല പ്രദേശത്തും പല ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഇത് ഒന്നിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും 2-3 ഐറ്റം ചേർത്ത് വേണമെങ്കിൽ നമുക്ക് കറിയായിട്ട് ഉപയോഗിക്കാം. ഇതിൻ്റെ കൂടെ കഞ്ഞിയുടെ കൂടെ കറിയായിട്ട് ഉപയോഗിക്കാം. ഇതിങ്ങനെ കഴിക്കുന്നത് നമുക്ക് രോഗപ്രതിരോധ ശേഷിയും ശരീരശക്തിയൊക്കെ ഉണ്ടാകുന്നു.